Hello students, it's me Joyce Abraham. Welcome to Maths Learning Hub. റിയൽ നമ്പേഴ്സിലെ സെക്കൻഡ് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടോപ്പിക് ദ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. തിയറത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പ്രൈം നമ്പർ, കോമ്പോസിറ്റ് നമ്പർ ഇതെന്താണെന്നൊക്കെ ഉള്ളത് ഒന്ന് നോക്കാം. പ്രൈം നമ്പർ എന്താ? പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ വണ്ണും ആ നമ്പർ മാത്രമേ അതിന് ഫാക്ടേഴ്സ് ആയിട്ടുണ്ടാവുള്ളൂ. ഡെഫിനിഷനായിട്ട് പറഞ്ഞാൽ പോസിറ്റീവ് ഇൻറ്റിജർ ഇസ് സെഡ് ടു ബി എ പ്രൈം നമ്പർ. Positive integer said to be a prime number if it has only two factors. It has only two factors. രണ്ട് ഫാക്ടേഴ്സ് മാത്രമേ അതിനുണ്ടാകാൻ പാടുള്ളൂ. അത് ഏതൊക്കെയായിരിക്കും ഫാക്ടേഴ്സ്? 1 and the number itself. The number itself. 1ഉം പിന്നെ ആ നമ്പറും മാത്രം. അങ്ങനെയുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ് ഏറ്റവും സ്മോളസ്റ്റ് പ്രൈം നമ്പർ. 2ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫാക്ടേഴ്സ് ഓഫ് 2 1 and 2. ദെൻ നെക്സ്റ്റ് നമ്പർ 3. 3യുടെ ഫാക്ടേഴ്സ് 1ഉം 3ഉം മാത്രമാണ് അല്ലേ? അതിനെ 1ഉം 3ഉം കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ 4 എടുത്തു കഴിഞ്ഞാലോ 4ൻ്റെ ഫാക്ടേഴ്സ് 1 4 മാത്രമല്ല 2ഉം 4ൻ്റെ ഫാക്ടറാണ്. അപ്പം 4 എന്ന് പറയുന്നത് പ്രൈം നമ്പർ അല്ല. അടുത്ത നമ്പർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 5ൻ്റെ ഫാക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതും 1 and 5 മാത്രമാണ്. ലൈക്ക് 7 11 13 17 19 ഇങ്ങനെ നമുക്ക് 1നും 100നും ഇടയ്ക്ക് തന്നെ 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. ബിറ്റ്വീൻ 1 to 100 there are 25 prime numbers. 25 പ്രൈം നമ്പേഴ്സ്. അപ്പോൾ പ്രൈം നമ്പർ എന്താണെന്ന് മനസ്സിലായല്ലോ. 1ഉം ആ നമ്പർ മാത്രമേ അതിന് ഫാക്ടേഴ്സ് ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ 4 എന്നുള്ള നമ്പർ പറഞ്ഞു, അത് പ്രൈം അല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്ത് നമ്പർ ആയിരിക്കും? 4 എന്ന് പറയുന്നതാണ് കോമ്പോസിറ്റ് നമ്പർ. അപ്പോൾ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ composite number എന്ന് പറഞ്ഞാൽ a positive integer is said to be a composite number if it has more than two factors. പോസിറ്റീവ് ഇൻറ്റിജർ തന്നെയാണ് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത്. അതിന് ഫാക്ടേഴ്സ് 2 ഫാക്ടേഴ്സിൽ കൂടുതൽ കാണും. മോർ ദാൻ 2 ഫാക്ടേഴ്സ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഏറ്റവും സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ എക്സാമ്പിൾസ് നമുക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 4. കാരണം അതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ വരുന്നുണ്ട്? ഫാക്ടേഴ്സ് ഓഫ് 4 എന്ന് പറയുന്നത് 1 ഫാക്ടറാണ്, 2 ഫാക്ടറാണ്, അതുപോലെ 4ഉം ഫാക്ടറാണ്. ദെൻ അടുത്ത നമ്പർ 5 നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രൈം നമ്പർ ആണെന്ന്. 6 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? 1 ഫാക്ടറാണ്, 1 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവിസിബിൾ ആണ്, അതുകൊണ്ട് അതും ഫാക്ടറാണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അതുപോലെ 6. അപ്പോൾ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ പോസിറ്റീവ് ഇൻറ്റിജറിനെ നമ്മൾ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഫാക്ടേഴ്സേ ഉണ്ടാവുള്ളൂ, അത് 1ഉം ആ നമ്പറും മാത്രമായിരിക്കും. കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയും. അപ്പോൾ എല്ലാ പോസിറ്റീവ് ഇൻറ്റിജർ എടുത്തു കഴിഞ്ഞാലും അത് ഒന്നല്ലേ പ്രൈം അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പർ ആയിരിക്കും. പ്രൈം അല്ലെങ്കിൽ അത് ഉറപ്പായിട്ടും കോമ്പോസിറ്റ് നമ്പർ ആയിരിക്കും. വാട്ട് അബൌട്ട് 1? 1 എന്ന് പറയുന്നത് പ്രൈം ആണോ കോമ്പോസിറ്റ് ആണോ? 1 എന്ന് പറഞ്ഞാൽ പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. 1 എന്ന് പറയുന്നത് നൈദർ പ്രൈം നോർ കോമ്പോസിറ്റ്. കാരണം എന്തായിരിക്കും നോർ കോമ്പോസിറ്റ്? കാരണം നമ്മുടെ ഡെഫിനിഷൻ തന്നെ പ്രൈം നമ്പർ ആവണമെങ്കിൽ 2 ഫാക്ടേഴ്സ് ഉണ്ടാവണം അല്ലേ? ഓൺലി 2 ഫാക്ടേഴ്സ്. കോമ്പോസിറ്റ് നമ്പർ ആവണമെങ്കിൽ മോർ ദാൻ 2 ഫാക്ടേഴ്സ്. 1 എന്ന് പറയുന്നതിൻ്റെ ഫാക്ടർ എന്ത് മാത്രമാണ്? 1 മാത്രമാണ്. അപ്പോൾ ആ ഡെഫിനിഷൻ രണ്ടും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ 1 എന്ന് പറയുന്നത് പ്രൈം നമ്പറും അല്ല കോമ്പോസിറ്റ് നമ്പറും അല്ല. അപ്പോൾ ഇതാണ് പ്രൈം നമ്പറും കോമ്പോസിറ്റ് നമ്പറും തമ്മിലുള്ള ഡിഫറൻസ്, അതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്കിൽ പറയുന്നത്. അതുകൊണ്ടാണ് ആദ്യം ഞാൻ ഈ നമ്പേഴ്സിനെ പറ്റി പറഞ്ഞത്. ഇനി നമുക്ക് ഈ 4 എന്ന് പറയുന്ന നമ്പറിനെ 4 is equal to 2 into 2 എന്ന് എഴുതാം അല്ലേ? അല്ലെങ്കിൽ 2 സ്ക്വയർ. എക്സ്പൊണൻഷ്യൽ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ പവറായിട്ട് എഴുതി കഴിഞ്ഞാൽ 2 സ്ക്വയർ. അതുപോലെ 6 എടുത്തു കഴിഞ്ഞാലോ 6 എന്ന് പറഞ്ഞാൽ 2 into 3. ദെൻ 8 ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. 8നെ നമുക്ക് 2 into 2 into 2 എന്ന് എഴുതാം. 2 3 ടൈംസ് ഉള്ളതുകൊണ്ട് അതിനെ എക്സ്പൊണൻഷ്യൽ ഫോമിൽ 2 ക്യൂബ് എന്ന് എഴുതി. ഇനി അടുത്ത
പ്രൈം അടുത്ത നമ്പർ 9 വേണ്ട 10 ഞാൻ കൺസിഡർ ചെയ്തു. 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 5. അപ്പോൾ ഇവിടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈ 4നെ ഞാൻ പ്രൈം നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണല്ലോ എഴുതിയിരിക്കുന്നത്. 6നെ അതെ, ഈ 2ഉം 3ഉം പ്രൈം നമ്പറാണ്, അതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് ഞാൻ 6നെ എഴുതിയിരിക്കുന്നത്. ലൈക്ക് 8, 2 ക്യൂബ്, 2 × 2 × 2 അതും പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റാണ്. 10നെ 2 × 5, 2 and 5 ആർ പ്രൈം നമ്പേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ നമ്പേഴ്സ് എല്ലാം കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഈ എല്ലാ കോമ്പോസിറ്റ് നമ്പേഴ്സിനെ എനിക്ക് പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റി. ഇതാണ് എന്ത്? ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ സാധിക്കും. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. ഇതിൻ്റെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പഠിക്കുക. ചിലപ്പോൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് 1 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ തന്നെ പഠിക്കുക. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. എവറി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഓർ ഫാക്ടറൈസ്ഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് and this factorization is unique apart from the order in which the prime factors occur. ഏതൊരു കോമ്പോസിറ്റ് നമ്പറിനെയും നമുക്കതിൻ്റെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പിന്നെ ആ ഫാക്ടറൈസേഷൻ യുണീക്ക് ആയിരിക്കും. ഇപ്പോൾ 6ന് ഞാൻ 2 × 3 എന്ന് എഴുതി. അപ്പോൾ 2, 3 എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സ് മാത്രമായിരിക്കും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ യുണീക്ക്ലി എക്സ്പ്രസ് ചെയ്യാമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ 8നെ 2 ക്യൂബ് എന്ന് എഴുതി. 2 എന്ന് പറയുന്നത് പ്രൈം നമ്പർ മാത്രമേ അവിടെ പ്രസൻ്റ് ആയിരിക്കുകയുള്ളൂ. പിന്നെ ഇവിടെ പറയുന്നുണ്ട് ഓർഡർ ഇൻ വിച്ച് ദ പ്രൈം ഫാക്ടേഴ്സ് ഒക്കർ എപ്പാർട്ട് ഫ്രം ദ ഓർഡർ ഇൻ വിച്ച് ദ പ്രൈം ഫാക്ടേഴ്സ് ഒക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 6നെ 2 × 3 എന്ന് എഴുതിയാലും 3 × 2 എന്ന് എഴുതിയാലും ഒന്ന് തന്നെയാണ്. പ്രൈം ഫാക്ടേഴ്സ് അവിടെ പ്രസൻ്റ് ആയിരിക്കുന്നത് 2ഉം 3ഉം മാത്രമാണ്. അതിൻ്റെ ഓർഡർ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. ഈ റിസൾട്ട് വെച്ചിട്ട് നമ്മൾ നമ്പേഴ്സിൻ്റെ LCM, HCF അത് തമ്മിലുള്ള ഒരു റിലേഷൻ ഇതൊക്കെയാണ് ഈ സെക്ഷൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ കാണാൻ സാധിക്കും ഒരു ട്രീ പോലെ ഇവിടെ നമ്പേഴ്സിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കാണാമല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ ശരിക്കും എന്താ ചെയ്തേക്കുന്നത്? നമ്പർ എന്ന് പറയുന്നത് ഇവിടെ 32,760 എന്ന് പറയുന്ന നമ്പറാണ്. ഈ 32,760നെ ശരിക്കും പറഞ്ഞാൽ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിരിക്കുന്നതായത്. അതായത് 2 വെച്ചിട്ട് ആദ്യം ഡിവൈഡ് ചെയ്യും. അപ്പം നമുക്ക് 16,380 കിട്ടും. എഗെയിൻ 2 കൊണ്ട് അത് ഡിവിസിബിൾ ആയതുകൊണ്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പ്രൈം നമ്പേഴ്സ് വെച്ചിട്ട് ഡിവിഷൻ ചെയ്തിട്ട് ലാസ്റ്റ് ഇവിടെ 91 വന്നു. 91നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 13. ഇവിടെ വെച്ചിട്ട് ഇനി പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. 13 എന്ന് പറയുന്ന പ്രൈം നമ്പർ ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിത് പ്രൈം ഫാക്ടറൈസേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇത് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ട്രീ പോലെയാണ്. അതിനെ നമ്മൾ ഫാക്ടർ ട്രീ എന്ന് പറയും. ഫാക്ടർ ട്രീ. ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ഫാക്ടർ ട്രീ തന്നിട്ട് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലുമൊക്കെ ബോക്സസ് നമുക്ക് ബ്ലാങ്ക് ആയിട്ട് തരും, അത് ഫില്ല് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ഈ ബോക്സിൽ ഈ 1365 എന്നൊരു നമ്പർ തന്നിട്ടില്ലെങ്കിൽ എങ്ങനെ അത് ചെയ്യാൻ പറ്റും? ബാക്കിയെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്, ഈ ഒരു നമ്പർ മാത്രം തന്നിട്ടില്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? 3 × 455 ചെയ്താൽ മതി. അപ്പോഴേക്കും നമുക്ക് ഈ ആൻസർ കിട്ടും. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും എല്ലാം അങ്ങനെയാണ്. 7 × 13 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 91 കിട്ടുന്നത്. 91 × 5 ചെയ്യുമ്പോൾ 455 കിട്ടും. 455 × 3 ചെയ്യുമ്പോഴാണ് 1365. അപ്പോൾ ഇങ്ങനെ റെസ്പെക്റ്റീവ്ലി ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ബോക്സിലുള്ള ആൻസേഴ്സ് കിട്ടും. അപ്പം നമുക്ക് ഈ ബോക്സാണ് നമുക്ക് ബ്ലാങ്ക് ആയിട്ട് തന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ബാക്കിയെല്ലാം തന്നിട്ടുണ്ട്, ഇത് നമുക്ക് തന്നിട്ടില്ല. ഈ രണ്ട് നമ്പേഴ്സിനെ വെച്ചിട്ട് എങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ 8190, അതായത് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ 8190 കിട്ടുന്നത്. അപ്പോൾ ഇത് തന്നിട്ടില്ലെങ്കിൽ ഈ 2 എന്ന് പറയുന്ന നമ്പർ ഇവിടെ തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 8190 ഡിവൈഡഡ് ബൈ 4095. ഈ നമ്പറിനെ ഈ 4095 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ബോക്സ് കിട്ടും. അപ്പോൾ ഇത് ഏത് ബോക്സിൽ നമുക്ക് നമ്പേഴ്സ് ഇല്ലാതെ തന്നാലും ത്രൂ മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ നമുക്കിതെല്ലാം ഫില്ല് ചെയ്യാൻ സാധിക്കും. അപ്പം 1 മാർക്കിന് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് ഓർത്തിരിക്കുക. അതിനെ നമ്മൾ ഇങ്ങനെ രീതിയിൽ എഴുതുന്നതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെ ഫാക്ടർ ട്രീ എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ നമ്പർ നമ്മൾ സൈഡിൽ എഴുതിയിട്ട് സാധാരണ ചെയ്യാറില്ലേ? അതായത് ഇപ്പോൾ 12നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? 12 എന്ന് എഴുതിയിട്ട് 2 എന്ന് പറയുന്ന പ്രൈം നമ്പർ ആദ്യം എടുക്കാം, അല്ലെങ്കിൽ 3 എടുക്കാം. 2 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 6 വരും. ദെൻ അടുത്തത് 6നെ നമുക്ക് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. 6 എടുത്തു കഴിയുമ്പോൾ ഇവിടെ 3 വരും. 2 × 2 × 3 എന്നാണ് 12നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൈം നമ്പേഴ്സ്. 2 × 2 × 3. അപ്പോൾ ഇത് ഈ എഴുതിയിരിക്കുന്നത് തന്നെയാണ് ടെക്സ്റ്റ് ബുക്കിൽ ഫാക്ടർ ട്രീ പോലെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 5. കൺസിഡർ ദ നമ്പേഴ്സ് 4n where n is a natural number. Check whether there is any value of n for which 4n ends with the digit 0. അതായത് ഇവിടെ നമുക്ക്
പ്രൂവ് ചെയ്യേണ്ടത് 4n ആ ടൈപ്പ് ഓഫ് നമ്പേഴ്സിൽ, വേറെ n ഇസ് എ നാച്ചുറൽ നമ്പർ, അങ്ങനത്തെ നമ്പേഴ്സിൽ ഏതെങ്കിലും 0യിൽ എൻഡ് ചെയ്യുന്ന നമ്പർ ഉണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അതായത് 4n എന്ന് പറയുമ്പോൾ n നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് എങ്ങനത്തെ നമ്പേഴ്സ് നമുക്ക് കൺസിഡർ ചെയ്യാം? 4:1, 4 സ്ക്വയർ, 4 ക്യൂബ്, 4:4 ഇതുപോലെ ഉള്ള നമ്പേഴ്സ്. ഇതിൽ n ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കുമ്പോഴേക്കും നമുക്ക് ആ നമ്പർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പോൾ നമുക്ക് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16, അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 0 അല്ല. 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 64 ആണ്, അതിൻ്റെയും ലാസ്റ്റ് ഡിജിറ്റ് 0 അല്ല. അങ്ങനെ എന്നിന് ഏതെങ്കിലും ഒരു വാല്യൂവിൽ ലാസ്റ്റ് ഡിജിറ്റ് 0 വരുന്ന നമ്പർ എക്സിസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിത് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് അതിൻ്റെ ആ തിയറം വെച്ചിട്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ 0യിൽ എൻഡ് ചെയ്യുന്ന കുറച്ച് നമ്പേഴ്സിൻ്റെ പ്രത്യേകത കാണിച്ചു തരാം. 10 എന്നുള്ള നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2 × 5 എന്ന് എഴുതുന്നത്. ഇനി 20 ആണെങ്കിലോ, 20 എന്ന് പറഞ്ഞാൽ 2 × 2 × 5. അടുത്തത് ഇപ്പോൾ 30 എടുത്തു കഴിഞ്ഞാൽ 2 × 5 × 3. ഇനി അടുത്തൊരു 100 എടുത്തു കഴിഞ്ഞാൽ 2 × 2 × 5 × 5, 25, 50, 100. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ 0യിൽ എൻഡ് ചെയ്യുന്ന ഞാൻ കുറച്ച് നമ്പേഴ്സ് ഇവിടെ കൺസിഡർ ചെയ്തു. ഇവിടെ ഏത് നമ്പർ എടുത്ത് നോക്കിയാലും ആ നമ്പേഴ്സിൻ്റെ എല്ലാം പ്രൈം ഫാക്ടറൈസേഷൻ്റെ അകത്ത് ഏത് രണ്ട് നമ്പേഴ്സ് ഉണ്ട്? 2ഉം ഉണ്ട് 5ഉം ഉണ്ട്. ബോത്ത് 2 and 5. ഇവിടെയും 2ഉം 5ഉം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെയും 2ഉം 5ഉം ഉണ്ട്. 100 എടുത്തു കഴിഞ്ഞാലും അവിടെയും ബോത്ത് 2 and 5. അതായത് 0യിൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് എല്ലാം അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ്റെ അകത്ത് 2ഉം 5ഉം മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ നമ്പേഴ്സ് 2 കൊണ്ടും 5 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് 4:n ends with digit 0 എന്ന് പറയുമ്പോഴേക്കും ആ 4:n ടൈപ്പ് ഓഫ് നമ്പേഴ്സിൻ്റെ അകത്ത് ഏതൊക്കെ പ്രൈം ഫാക്ടേഴ്സ് ഉണ്ടാവണം? 2ഉം ഉണ്ടാവണം, 4ഉം ഉണ്ടാവണം, രണ്ടും ഒരുമിച്ച് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ 4:n എന്ന് പറയുന്ന നമ്പറിനെ ഒന്ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 4:n എന്ന് പറഞ്ഞാൽ 4നെ ഞാൻ 2 സ്ക്വയർ എന്ന് എഴുതി. ഇപ്പോൾ 2 സ്ക്വയർ ദ ഹോൾ റേസ് ടു n, അല്ലെങ്കിൽ അതെങ്ങനെ എഴുതാം? 2:2n. അതേത് റിസൾട്ട് വെച്ചിട്ടാണ്? a⁻m ദ ഹോൾ റേസ് ടു n-നെ a⁻mn എന്ന് എഴുതാവുന്നതുകൊണ്ട്. ഇപ്പം 4 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ, 4 എടുത്തു കഴിഞ്ഞാൽ അത് 2 സ്ക്വയർ ആണ്. 4 സ്ക്വയർ എടുത്തു കഴിഞ്ഞാലോ 2 സ്ക്വയർ ദ ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ അതെന്തായിട്ട് എഴുതാം നമുക്ക്? 2⁴. ഇനി അടുത്ത 4 ക്യൂബ് ആണെങ്കിലും അതെന്ത് വരും? 2 സ്ക്വയർ ദ ഹോൾ ക്യൂബ്, അല്ലെങ്കിൽ 2�6. അതായത് 4:n എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് നമ്പേഴ്സിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ്റെ അകത്ത് 2 എന്ന് പറയുന്ന പ്രൈം നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് 5 കണ്ടെയ്ൻ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദർ ഇസ് നോ നാച്ചുറൽ നമ്പർ n ഫോർ വിച്ച് 4:n ends with the digit 0. ഇനി ഇതിൻ്റെ ആൻസർ നമ്മൾ ഇപ്പോൾ ഈ 10, 20 എന്നൊക്കെ പറഞ്ഞ് ഞാനിത് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി എഴുതിയെന്നേ ഉള്ളൂ. എക്സാമിന് നിങ്ങൾ അതൊന്നും അല്ല എഴുതേണ്ടത്. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതിയാൽ മതി. അത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കൺസിഡർ ദ നമ്പേഴ്സ് 4:n. അതിൻ്റെ ആൻസർ ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇഫ് ദ നമ്പർ 4:n ഫോർ എനി n were to end with the digit 0, then it would be divisible by 5. 5 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. ദറ്റ് ഈസ് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 4:n would contain the prime 5, both 2 and 5. പക്ഷെ ഇവിടെ 5ഉം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. This is not possible. This is not possible because 4:n equal to 2:2n. So the only prime in the factorization of 4:n is 2. So the uniqueness of fundamental theorem of arithmetic guarantees that there is no other primes in the factorization of 4:n. Uniqueness of fundamental theorem എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പറയുന്നുണ്ട് 6ന് 2 × 3. ഇപ്പം 6ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2, 3 അല്ലാതെ വേറെ ഒന്നും എക്സിസ്റ്റ് ചെയ്യില്ല. അതുപോലെ 4:n എന്ന് പറയുന്ന നമ്പേഴ്സിൻ്റെ അകത്ത് ഫണ്ടമെൻ്റൽ തിയറത്തിൻ്റെ യുണീക്നെസ് അനുസരിച്ചിട്ട് വേറെ ഒരു പ്രൈം നമ്പറും അവിടെ എക്സിസ്റ്റ് ചെയ്യില്ല. സോ അതുകൊണ്ട് 5 ഉറപ്പായിട്ടും ഉണ്ടാവില്ല. സോ ദർ ഇസ് നോ നാച്ചുറൽ നമ്പർ n ഫോർ വിച്ച് 4:n ends with the digit 0. അപ്പോൾ ഇങ്ങനെയാണ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴേക്കും നിങ്ങൾ ഇതുപോലെയാണ് ഈ സെൻറ്റൻസിലാണ് ഇങ്ങനെ ആൻസർ എഴുതേണ്ടത്. എക്സാമ്പിൾ 6. ഫൈൻഡ് ദ LCM and HCF of 6 and 20 by the prime factorization method. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. 6ൻ്റെയും 20യുടെ LCM ഉം HCFും യൂസിങ് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. സോ ഫസ്റ്റ് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പം 6 എന്ന് പറയുന്നത് 2 × 3, 20 എന്ന് പറഞ്ഞാൽ 2 × 2 × 5, അല്ലെങ്കിൽ നമുക്കതിനെ
2 square into 5 എന്ന് എഴുതാം. ഇനി what is the LCM? LCM of 6 and 20? 2, ഇവിടെ 2 square, so 2 square നമ്മൾ എടുക്കുന്നു. Then 3, 6ൻ്റെ ഇവിടെ മാത്രമേ ഉള്ളൂ, അപ്പോൾ 3 into ഒരു 5 ഉണ്ട്. So 2 square into 3 into 5, അതാണ് LCM. Answer is 60. Now HCF of 6 and 20. ഇവിടെ കോമൺ ഉള്ളത് 2ഉം 2 സ്ക്വയറിൻ്റെ അകത്ത് കോമൺ ഉള്ളതിൽ ഹയസ്റ്റ് 2 ആണ്. അപ്പം 2, വേറെ നമ്പേഴ്സ് ഒന്നും കോമൺ ഇല്ല, അതുകൊണ്ട് HCF എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ LCM 60, HCF 2. ഇതാണ് ആൻസേഴ്സ്. അടുത്തതൊരു റിസൾട്ട് ആണ്. ഫോർ എനി ടു പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് A and B, LCM of AB into HCF of AB is equal to A into B. അതായത് AB രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, ആ രണ്ട് നമ്പേഴ്സിൻ്റെ LCMും HCFും നമ്മൾ കണ്ടുപിടിക്കുന്നു. ആ LCMും HCFും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും A into B ചെയ്ത് ആ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന ആൻസേഴ്സ് ഈക്വൽ ആയിരിക്കും. തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത എക്സാമ്പിളിൻ്റെ അകത്ത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം നമുക്കത്. ഹിയർ LCM 60, HCF 2. ഇവിടുത്തെ നമ്പേഴ്സ് 6ഉം 20 ആണ്. അതിൻ്റെ LCM നമുക്ക് 16, HCF 2 കിട്ടി. സോ LCM ഇൻറ്റു HCF, LCM ഇൻറ്റു HCF, LCM ഇൻറ്റു HCF ചെയ്യുമ്പോഴേക്കും കിട്ടുന്നത് 60 ഇൻറ്റു 2, ദറ്റ് ഈസ് 120. ഇനി നമ്പേഴ്സ് ഏതൊക്കെയാണ്? 6 and 20. ഇനി അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 620, 6 ഇൻറ്റു 20 ചെയ്ത് കഴിഞ്ഞാലും 120. അപ്പം നോക്കിയേ, ഇവിടെ രണ്ടും നമുക്ക് സെയിം ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ റിസൾട്ട്. അതാണ് ഫോർ എനി ടു പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് A and B, LCM of AB ഇൻറ്റു HCF of AB is equal to A into B. ഇത് ഈ രണ്ട് നമ്പേഴ്സിൽ മാത്രമേ ഇത് സാറ്റിസ്ഫൈ ഉള്ളൂ കേട്ടോ. അപ്പോൾ 3 നമ്പേഴ്സ് എടുത്തിട്ട് LCM of ABC ഇൻറ്റു HCF of ABC എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു LCM of A, B, C. 3 നമ്പേഴ്സിൻ്റെ LCM ഇൻറ്റു 3 നമ്പേഴ്സിൻ്റെ HCF A, B, C എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ അല്ല? A ഇൻറ്റു B ഇൻറ്റു C. ഇത് രണ്ട് നമ്പേഴ്സിൽ മാത്രം, AB എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സ് മാത്രം ഉണ്ടെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന റിസൾട്ടാണ്. 3 നമ്പേഴ്സ് വരുമ്പോഴേക്കും അത് നോട്ട് ഈക്വൽ ആയിട്ടായിരിക്കും വരുന്നത്. അടുത്തത് എക്സാമ്പിൾ 7. ഫൈൻഡ് ദ HCF ഓഫ് 96 and 404 ബൈ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്, ഹെൻസ് ഫൈൻഡ് ദെയർ LCM. ഫസ്റ്റ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് HCF കണ്ടുപിടിക്കുക. പിന്നെ നമ്മളിപ്പോൾ മുകളിൽ പഠിച്ച റിസൾട്ട് വെച്ചിട്ട് നമുക്ക് LCM കണ്ടുപിടിക്കാം. ഇപ്പോൾ HCF കണ്ടുപിടിക്കാനായിട്ട് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ആദ്യം രണ്ട് നമ്പേഴ്സിൻ്റെയും പ്രൈം ഫാക്ടറൈസേഷൻ എഴുതുക. 96ന് നമുക്ക് എങ്ങനെ എഴുതാം? അത് പ്രൈം ഫാക്ടറൈസേഷൻ സൈഡിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2⁵ into 3 എന്ന് എഴുതാം. അതുപോലെ 404നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 square into 101. ഇങ്ങനെയാണ് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്. സോ വാട്ട് ഈസ് HCF? HCF ഓഫ് 96 and 404 ഈസ് 2⁵ 2 സ്ക്വയറും ആണുള്ളത്. അതിൻ്റെ അകത്ത് കോമൺ ഉള്ളതിൽ ഹയസ്റ്റ് എന്ന് പറയുന്നത് 2 സ്ക്വയർ ആണ്. വേറെ ഇനി കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. സോ HCF ഈസ് 2 സ്ക്വയർ, therefore ആൻസർ ഈസ് 4. അപ്പോൾ HCF നമുക്ക് 4 എന്ന് കിട്ടി. ഇനി LCM നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ കണ്ടുപിടിക്കാം. ഹെൻസ് ഫൈൻഡ് എന്ന് പറയുന്നതുകൊണ്ട് നമ്മളിപ്പോൾ മോളിൽ പഠിച്ചിരിക്കുന്ന LCM ഓഫ് AB ഇൻറ്റു HCF ഓഫ് AB is equal to A into B എന്നുള്ള റിസൾട്ടാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് LCM ഓഫ് AB? അതായത് LCM ഓഫ് 96 and 404 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ ആദ്യം ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എഴുതാം. LCM ഓഫ് 96 and 404 and HCF ഓഫ് 96 and 404 is equal to എന്തിനോട് ഈക്വൽ ആയിരിക്കും? 96 into 404. Therefore LCM of 96 and 404 is equal to 96 into 404 divided by HCF. HCF നമുക്ക് ആൻസർ 4 കിട്ടി. സോ ഡിവൈഡഡ് ബൈ 4 ചെയ്യാം. 404ഉം 4ഉം കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 101. ഇനി 96 into 101 ചെയ്യുക. അപ്പോഴേക്കും കിട്ടുന്ന ആൻസർ 9696. അപ്പോൾ നമുക്ക് HCF 4 നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ കണ്ടുപിടിച്ചു. ദെൻ നമ്മൾ തൊട്ട് മുമ്പിൽ പഠിച്ച റിസൾട്ട് വെച്ചിട്ട് LCM ചെയ്തു. അപ്പോഴേക്കും നമുക്ക് എന്താ ആൻസർ കിട്ടിയത്? 9696. Example 8. Find the LCM and HCF of 6, 72 and 120 using the prime factorization method. Prime factorization method യൂസ് ചെയ്തിട്ട് രണ്ട് LCM HCFും കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 6ന് നമുക്ക് എഴുതാൻ പറ്റുന്നത് 2 into 3 എന്നാണ്.
72നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ എന്ന് എഴുതാം. അതുപോലെ 120നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് 2 ക്യൂബ് ഇൻറ്റു 3 ഇൻറ്റു 5. ഈ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാനായിട്ട് ഓരോ ഇതിലും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഞാൻ 120നെ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 60, 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 30, അഗെയിൻ 2, 15, 3 വെച്ച് ചെയ്യുമ്പോൾ 5 വരും. അപ്പം 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 5 ആണ്, അല്ലെങ്കിൽ 2 ക്യൂബ് ഇൻറ്റു 3 ഇൻറ്റു 5. ചെറിയ നമ്പേഴ്സാണ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് വാട്ട് ഈസ് ദ LCM ഓഫ് 672 ആൻഡ് 120. ഇതിൻ്റെ അകത്ത് 2 ക്യൂബ് 2 ക്യൂബ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് 2 ക്യൂബ് കൺസിഡർ ചെയ്യും. 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ 3. അപ്പോൾ അതിൻ്റെ അകത്ത് ഹയസ്റ്റ് പവർ ഉള്ളത് വേണം എടുക്കാൻ നമ്പേഴ്സിൽ. അപ്പോൾ 3 സ്ക്വയർ വരും. വേറെ ഡിഫറെൻറ്റ് നമ്പർ എന്ന് പറയുന്നത് 5 ഒരിടത്ത് മാത്രമേ ഉള്ളൂ, പക്ഷേ 5ഉം നമുക്ക് LCMത്തിൻ്റെ അകത്ത് 5ഉം വരും. സോ ദ ആൻസർ ഈസ് 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5. സോ 360. എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 360 ആണ് ആൻസർ കിട്ടുന്നത്. സിമിലർലി HCF എന്ന് പറയുന്നത് കോമൺ ഉള്ളതിൽ ഹയസ്റ്റ്. ഇപ്പോൾ 2 ക്യൂബ് വരുമ്പോഴേക്കും അതിൻ്റെ അകത്ത് 2 എടുക്കാൻ പറ്റുള്ളൂ. 2 ഇൻറ്റു 3 സ്ക്വയർ 3. അപ്പോൾ നമുക്ക് 3 എടുക്കാം. അവിടെ വേറെ നമ്പർ 5 ഒരിടത്ത് മാത്രമേ ഉള്ളൂ, അപ്പോൾ അത് നമുക്ക് HCFൻ്റെ അകത്ത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സോ ദ ആൻസർ ഈസ് 2 ഇൻറ്റു 3, ദറ്റ് ഈസ് 6. ഇവിടെ ഇപ്പോൾ നമുക്ക് LCM 360, HCF 6 ആണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്ത എക്സാമ്പിൾസിലെല്ലാം നോക്കിയാൽ അറിയാൻ പറ്റും, ഈ LCMത്തിനെ നമുക്ക് HCF കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 360/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി 360/6 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നേരത്തെ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻ്റെ അകത്തും ഇവിടെ നമുക്ക് HCF ഇവിടെ 4 ആണ് കിട്ടിയിരിക്കുന്നത്. LCM 9696. ഇവിടെ ഈ 9696നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇന്ന് നമുക്ക് ഇതിന് ബേസ് ചെയ്തിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് 1 മാർക്കിന് ചോദിക്കാറുള്ളതാണ് കേട്ടോ. LCM ഈസ് exactly divisible by HCF. LCM is exactly divisible by HCF. അതായത് HCF കൊണ്ട് നമുക്ക് LCMത്തിനെ എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ HCF ഡിവൈഡ്സ് LCM. HCF ഡിവൈഡ്സ് LCM. ഇത് രണ്ടും സെയിം റിസൾട്ട് തന്നെയാണ്. ഇതൊക്കെ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കുക, കാരണം 1 മാർക്കിൻ്റെ 20 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഉണ്ടല്ലോ. ഇന്നത്തെ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ആണിത്. എല്ലാവരും അത് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ ക്വസ്റ്റ്യൻസിൻ്റെ PDF വേർഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന പുതിയ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക.